Hello, my dear students. I am Swapna Shaji, Assistant Professor, Department of Commerce, Self, Nirmala College, Moovattupuzha. അപ്പോൾ നമ്മൾ ഏപ്രിൽ 2021 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാർട്ട് എ കണ്ടു കഴിഞ്ഞിരുന്നു. നമ്മൾ പാർട്ട് ബിയിലേക്ക് മൂവ് ചെയ്യുവാണ്. അതിൽ 13ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത് ഇൻഷുറൻസിൻ്റെ ലൈഫ് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ പ്രിപ്പയർ P&L account of ABC Life Insurance Corporation for the year ended 31st March 2019. നമുക്ക് എപ്പോഴും റവന്യൂ അക്കൗണ്ട്സ് ഒക്കെയാണ് ചോദിക്കാറ്. പക്ഷേ കഴിഞ്ഞ വർഷം നമ്മളോട് ചോദിച്ചിരുന്നത് ബി പാർട്ടിൽ ഒരു P&L അക്കൗണ്ട് ഉണ്ടാക്കാനായിട്ടാണ്. ഞാൻ ഐറ്റം അതിൻ്റെ സൈഡിൽ കൂടെ അത് എവിടെ വരും എന്നുള്ളതിൻ്റെ ഒരു ക്ലൂവും കൂടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഐറ്റം സർപ്ലസ് ആസ് പെർ റവന്യൂ അക്കൗണ്ട് ഫോർ ദ ഇയർ 25,600 ഉണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് തന്നേക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് റുപ്പീസ് ഇൻ ലാക്സ് ആണ്. അപ്പോൾ നമുക്കതറിയാം, P&L അക്കൗണ്ടിൻ്റെ പാർട്ട് എയിൽ വരും. ഇൻട്രസ്റ്റ് ഓൺ ജനറൽ ഇൻവെസ്റ്റ്മെൻറ്റ് 1200 ഉണ്ട്, അതും എയ്ക്കകത്താണ് വരിക. ജനറൽ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് 750 ഉണ്ട്, ബിയിലാണ് വരിക. ലോസ് ഓൺ റീവാലുവേഷൻ ഓഫ് ജനറൽ ഇൻവെസ്റ്റ്മെൻറ്റും ഒരു എക്സ്പെൻസ് ആണ്, ബിയിലാണ് വരിക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് 1/4/2018, അതായത് കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് ഉണ്ടായിരുന്നത്, ഈ വർഷം ബിഗിനിങ് ഉണ്ടായിരുന്നത്, അത് നമ്മൾ പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണ് ചെയ്യുക. ഇൻ്ററിം ഡിവിഡൻഡ് പെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ 250 ഉണ്ട്, അത് അപ്രോപ്രിയേഷൻ്റെ അകത്താണ് നമ്മൾ കാണിക്കുക. ദെൻ മെയിൻറ്റെയിൻ പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് 50% പ്രോഫിറ്റ് ഫോർ ദ ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രോഫിറ്റിൻ്റെ കറണ്ട് ഇയർ പ്രോഫിറ്റ് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് നമ്മൾ 50% കുറയ്ക്കും. ദെൻ ഡയറക്ടർ പ്രപ്പോസ് എ ഫൈനൽ ഡിവിഡൻഡ് 10% ഓൺ ഇറ്റ്സ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 2 crore. 2 കോടി രൂപയുടെ ക്യാപിറ്റൽ ഉണ്ട്, അതിൻ്റെ 10% ഡിവിഡൻഡ് അവർ പറഞ്ഞിട്ടുണ്ട്, അത് അപ്രോപ്രിയേഷൻ്റെ അകത്താണ് വരിക. ദെൻ ട്രാൻസ്ഫർ ₹1 crore ടു ദി ഫണ്ട് ഫോർ ഫ്യൂച്ചർ അപ്രോപ്രിയേഷൻ. അപ്പോൾ ഈ 1 കോടി ഒരു പ്രശ്നക്കാരനാണ്. നമ്മുടെ ഈ ഫിഗേഴ്സ് എല്ലാം 3 0 കട്ട് ചെയ്ത് തന്നേക്കുന്നത് കൊണ്ട് 1 കോടിയും നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പം അപ്രോപ്രിയേഷൻ്റെ അകത്ത് എടുക്കുമ്പം 3 0 കട്ട് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. നമുക്ക് എന്താണല്ലോ ആൻസറിലേക്ക് വരാം. ഞാൻ അവിടെ ആ കിട്ടിയേക്കുന്ന ഹിൻറ്റും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ട്. ആൻസർ കീഴിൽ പലതും മിസ്സിംഗ് ആണല്ലോ. അപ്പോൾ എന്താണല്ലോ, നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കുന്നു. ഒരു പർട്ടിക്കുലർ കോളവും ഒരു എമൗണ്ട് കോളവും റുപ്പീസ് ഇൻ ലാക്സിലാണ്. ഫസ്റ്റ് നമ്മൾ ബാലൻസ് ബ്രോട്ട് ഫോർവേഡ് ഫ്രം റവന്യൂ അക്കൗണ്ട്, നമുക്ക് ക്വസ്റ്റ്യൻ ഇല്ല, അത് നേരിട്ട് അവൈലബിൾ ആണ്, 26,500. ദെൻ ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അകത്ത് വരുന്നതാണ് ഇൻട്രസ്റ്റ് ഓൺ ജനറൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഞാൻ ഓൾറെഡി അത് ക്ലൂവിൽ പറഞ്ഞായിരുന്നു, എയ്ക്കകത്ത് വരും എന്ന്. നമ്മൾ ടോട്ടൽ എയ്ക്കകത്താണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 1,200. അതർ ഇൻകം ഒന്നും ക്വസ്റ്റ്യനിലില്ല, അപ്പോൾ നോട്ട് ആപ്ലിക്കബിൾ ആണ്. കൂട്ടിക്കഴിഞ്ഞാൽ 27,700. ഇനി നമുക്ക് ബി പാർട്ടിലേക്ക് വരാം. എക്സ്പെൻസസ് ആണ്. എക്സ്പെൻസസ് അതർ ദാൻ ദോസ് റിലേറ്റഡ് ടു ഇൻഷുറൻസ് ബിസിനസ്. അതിൽ നമുക്ക് ജനറൽ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട്, 750. ലോസ് ഓൺ റീവാലുവേഷൻ ഓഫ് ജനറൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, 150. അങ്ങനെ മൊത്തം 900. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. 27,700 നിന്നും 900 കുറച്ച് കഴിഞ്ഞാൽ 26,800 നമുക്ക് പ്രോഫിറ്റ് കിട്ടി. ദെൻ ടാക്സ് അവർ പറഞ്ഞിട്ടുണ്ട് 50%. അപ്പോൾ ഈ 26,800ൻ്റെ 50%, 26,800 ഇൻറ്റു 50/100, 13,400. 26,800 നിന്ന് 13,400 കുറച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സും 13,400. നമുക്ക് ക്വസ്റ്റ്യനിൽ കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് തന്നിട്ടുണ്ടായിരുന്നു 600. അതുകൂടി ഇതിൻ്റെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ കിട്ടും 14,000. ഇനി നമുക്ക് അപ്രോപ്രിയേഷനിലേക്ക് വരാം. ക്വസ്റ്റ്യനിൽ അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു റിസർവിലേക്ക് 1 കോടി രൂപ ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ നമ്മളതിൻ്റെ 3 0 കട്ട് ചെയ്ത് കളഞ്ഞെടുത്തു, 10,000 രൂപ എടുത്തു. ഇൻ്ററിം ഡിവിഡൻഡ് 250 ക്വസ്റ്റ്യനിൽ നേരിട്ട് തന്നിട്ടുണ്ട്. പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് അവർ പറഞ്ഞേക്കുന്നത് 2 കോടിയുടെ 10% എന്നാണ്. 2 കോടിയാണ് നമ്മുടെ ക്യാപിറ്റൽ, അതിൻ്റെ 10%. അപ്പോൾ 2 കോടിയുടെ 10% 20 lakhs വരും. അതിൽ നിന്നും 3 0 കട്ട് ചെയ്ത് കളഞ്ഞാൽ 2,000. ഇനി പ്രോഫിറ്റ് ക്യാരി ഫോർവേഡ് ടു ബാലൻസ് ഷീറ്റ്, അതെങ്ങനെ കണ്ടുപിടിക്കാം? നമ്മുടെ ഈ ടോട്ടൽ 14,000 നിന്ന് ഇതുവരെയുള്ള ഫിഗേഴ്സ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 14,000 മൈനസ് 10,000 മൈനസ് 250 മൈനസ് 2,000 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1,750 കിട്ടും. അതാണ് ബാലൻസ് ഷീറ്റിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഫൈനൽ പ്രോഫിറ്റ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. എക്സ്പ്ലെയിൻ എബൌട്ട് ലൈഫ് ഇൻഷുറൻസ് ആൻഡ് ജനറൽ ഇൻഷുറൻസ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് അവൈലബിൾ ആണ്. Life insurance contract may be defined as a contract whereby the insurer, in consideration of a single premium or premium received in installment, undertakes to pay a fixed sum of money or an annuity to the shareholder, to the insured or nominee, either on the death of the insured or maturity of the policy. ലൈഫ് ഇൻഷുറൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു പോളിസി എടുത്തു കഴിഞ്ഞാൽ ഒന്നുകിൽ എക്സ്പയറി ഡേറ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ പോളിസി എടുത്തയാൾ മരിക്കുമ്പോൾ, ഇതിലേതാണോ ആദ്യം സംഭവിക്കുന്നത് അന്ന് നമുക്ക് കാശ് കിട്ടും. അപ്പോൾ എന്തായാലും കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. എന്നാൽ ജനറൽ ഇൻഷുറൻസ് ആണെങ്കിൽ അതിൻ്റെ അകത്ത് ഫയർ ഇൻഷുറൻസ് ഉണ്ട്, മറൈൻ ഇൻഷുറൻസ് ഉണ്ട്, മിസ്ലേനിയസ് ഇൻഷുറൻസ് ഉണ്ട്. ഇതിൻ്റെ എല്ലാം കൂടെ ഒരു കോമ്പിനേഷനും ഉണ്ട്. പക്ഷേ ഒരു പ്രശ്നം എന്താണ്?
ആ ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റ് ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് എമൗണ്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഒരു 5 മാർക്ക് ലെവൽ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നിങ്ങൾ കുറച്ചും കൂടി എലാബറേറ്റ് ചെയ്ത് എഴുതുക. ലൈഫ് ഇൻഷുറൻസും ജനറൽ ഇൻഷുറൻസും എഴുതുക. അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതൊക്കെ എഴുതി വയ്ക്കാം. ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് ഒക്കെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അവൈലബിൾ ആണ് കേട്ടോ. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ. The following are the details extracted from the trial balance of S Bank Limited as on 31st March 2019. ഒരു റിബേറ്റുമായി ബന്ധമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷേ സിമ്പിളുമാണ്. നമുക്ക് നോക്കാം. ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട് 1,96,62,400. റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട് 1/4/2018 തന്നേക്കുന്നത് 2019 ആണ്. അപ്പോൾ ഇത് 18 എന്ന് പറയുമ്പം ഓപ്പണിംഗ് ഫിഗർ ആണ്, 65,040. ബിൽസ് ഡിസ്കൗണ്ടഡ് ആൻഡ് പർച്ചേസ്ഡ് ഉണ്ട് 67,45,400. ഇറ്റ് ഈസ് അസർട്ടൈൻ ദാറ്റ് പ്രപ്പോർഷനേറ്റ് ഡിസ്കൗണ്ട് നോട്ട് യെറ്റ് ഏൺഡ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് വിച്ച് വിൽ മച്ചൂറിംഗ് 2019-20 എമൗണ്ട് ടു ₹92,760. അതായത് ക്ലോസിംഗ് റിബേറ്റ് എന്ന് പറയുന്നത് 92,760 ആണ്. പാസ് നെസസറി ജേണൽ എൻട്രീസ് ആൻഡ് ഷോ ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് അക്കൗണ്ട് ആൻഡ് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട് അക്കൗണ്ട്. സിമ്പിളാണ്. നമുക്കിവിടെ ഒരു ഓപ്പണിംഗ് റിബേറ്റും ഉണ്ട്, ഒരു ക്ലോസിംഗ് റിബേറ്റും ഉണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ 2 എൻട്രി എന്ന് പറയുന്നത് ഈ പറയുന്ന ഓപ്പണിംഗ് റിബേറ്റും ക്ലോസിംഗ് റിബേറ്റും കാണിക്കാനുള്ള എൻട്രീസാണ്. അപ്പോൾ 1/4/2018 നമ്മൾ ഓപ്പണിംഗ് റിബേറ്റ് കാണിക്കുന്നു. റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട് അക്കൗണ്ട് അറ്റ് ടു ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് അക്കൗണ്ട് 65,040. ദെൻ ഈ എൻട്രി തിരിച്ചിട്ട് കഴിഞ്ഞാൽ ക്ലോസിംഗ് റിബേറ്റിൻ്റെ എൻട്രി ആയി അല്ലേ. ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് അക്കൗണ്ട് അറ്റ് ടു റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് 92,760. അപ്പോൾ നമുക്ക് ക്ലോസിംഗ് കിട്ടി. ഇനി നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞേക്കുന്നത് എന്താണ്? റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട് അക്കൗണ്ട് വരയ്ക്കണം. ഡേറ്റ് പർട്ടിക്കുലേഴ്സ് എമൗണ്ട്, ഡേറ്റ് പർട്ടിക്കുലേഴ്സ് എമൗണ്ട്. റിബേറ്റിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് നമ്മളെപ്പോഴും ക്രെഡിറ്റ് സൈഡിൽ വേണം കാണിക്കാൻ. അപ്പോൾ 1/4/2018 കൊടുത്തു. ബൈ ബാലൻസ് ബ്രോ ഡൗൺ 65,040. ദെൻ നമ്മൾ എൻട്രിയിൽ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് അക്കൗണ്ട് അറ്റ് ടു ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പം 1/4/2018 എന്ന് പറഞ്ഞുകൊണ്ട് ടു ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് 65,040 എന്ന് വരും. ഓക്കെ. ദെൻ രണ്ടാമത്തെ എൻട്രിയിൽ ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് അക്കൗണ്ട് അറ്റ് ടു റിബേറ്റ് എന്നാണ് വന്നേക്കുന്നത്. അപ്പോൾ ബൈ ഇൻട്രസ്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് 31/3/2019 92,760 വരും. ദെൻ നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് 1,57,800 കിട്ടും. അവിടെ നിന്ന് ഇത് കുറച്ച് കഴിഞ്ഞാൽ ബാലൻസിങ് ഫിഗർ ക്ലോസിങ് കിട്ടുന്നു. ടു ബാലൻസ് ക്യാരി ഡൗൺ 92,760. അവർ നെക്സ്റ്റ് ഇയറിലേക്ക് അത് വീണ്ടും ബ്രോ ഡൗൺ ചെയ്തും കൂടെ വെച്ചിട്ടുണ്ട്. അതാണ് അങ്ങനെ ഒരു സംഭവം കാണിക്കുന്നത്. ദെൻ അടുത്ത അക്കൗണ്ട് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് അക്കൗണ്ടാണ്. അതും ഡേറ്റ് പർട്ടിക്കുലേഴ്സ് എമൗണ്ട്, ഡേറ്റ് പർട്ടിക്കുലേഴ്സ് എമൗണ്ട്. നമുക്ക് ആദ്യം തന്നെ എൻട്രി ഒന്ന് നോക്കാം. ഒന്നാമത്തെ എൻട്രിയിൽ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് അക്കൗണ്ട് അറ്റ് ടു ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് എന്ന് കിടപ്പുണ്ട്. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യുന്നു? നമ്മൾ വരയ്ക്കുന്ന ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് അക്കൗണ്ട് ആയതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിലേക്ക് ബൈ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ് 65,040 കാണിച്ചു. രണ്ടാമത്തെ എൻട്രിയിൽ ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് അക്കൗണ്ട് അറ്റ് ടു റിബേറ്റ് എന്നാണ്. അപ്പോൾ നമ്മൾ ടു റിബേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് 92,760 കാണിച്ചു. ക്വസ്റ്റ്യനിൽ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ടിൻ്റെ ബാലൻസ് തന്നിട്ടുണ്ട് 1,96,62,400. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 31/3/2019 ബൈ ബിൽസ് ഡിസ്കൗണ്ടഡ് എന്ന് പറഞ്ഞുകൊണ്ട് 1,96,62,400 കാണിക്കുന്നു. ഇവിടെയും നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. കൂട്ടിക്കഴിഞ്ഞാൽ 1,97,27,440 വരും. അതിൽ നിന്ന് ഡെബിറ്റ് കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ളതാണ്. ടു പി ആൻഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് 1,96,34,680 രൂപ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് വന്നിരിക്കുന്നത് വാട്ട് ഈസ് ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ? എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ ഓഫ് ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ. ഇതും നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് അവൈലബിൾ ആണ്. ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ മീൻസ് റീഓർഗനൈസേഷൻ ഓഫ് ദി എക്സിസ്റ്റിംഗ് ഫിനാൻഷ്യൽ സ്ട്രക്ചർ ഓഫ് എ കമ്പനി വിത്തൗട്ട് ഫോമിങ് എ ന്യൂ കമ്പനി. ഒരു പുതിയ കമ്പനി ഉണ്ടാകുന്നില്ല, പക്ഷേ അവർ ഇൻറ്റേർണലി എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തുന്നു. അതിനെയാണ് നമ്മൾ ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ എന്ന് വിളിക്കുന്നത്. അത് 2 തരത്തിൽ നമുക്ക് ചെയ്യാം. ആൾട്രേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റലും ഉണ്ട്, റിഡക്ഷൻ ഓഫ് ക്യാപിറ്റലും ഉണ്ട്. ഓൾട്രേഷന് നമുക്ക് 4-5 മെത്തേഡ് ഉണ്ട്. കൺസോൾട്ടേഷൻ, സബ് ഡിവിഷൻ, കൺവേർഷൻ, ക്യാൻസലേഷൻ, ഇഷ്യൂ ഒക്കെ ഉണ്ട്. റിഡക്ഷനിലേക്ക് വന്നു കഴിയുമ്പോൾ അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതും ടെക്സ്റ്റിൽ ഡീറ്റെയിൽ ആയിട്ട് അവൈലബിൾ ആണ്. ഞാൻ ഓൾറെഡി അതിനെക്കുറിച്ച് വീഡിയോയും ചെയ്തിട്ടുണ്ട് ആ ചാപ്റ്ററിൽ. ആർട്ടിക്കിളിൽ കൃത്യമായിട്ട് പ്രൊവിഷൻ പറഞ്ഞിട്ടുണ്ടാവണം. കമ്പനി ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. കോടതി ഒരു ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അവിടെ നിന്നൊരു കൺഫർമേഷൻ നമുക്ക് കിട്ടണം. ട്രൈബ്യൂണൽ നമുക്ക് റിഡക്ഷൻ അനുവദിച്ചുകൊണ്ടൊരു നോട്ടീസും കാര്യങ്ങളൊക്കെ തരണം. അപ്പോൾ ഇങ്ങനെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക. അപ്പോൾ ഇത്രയാണ് 16ാമത്തെ ക്വസ്റ്റ്യൻ വരെയുള്ളത്.
ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ഉടനെ തന്നെ കാണാം. അപ്പോൾ കീപ് വാച്ചിങ്. ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. ഇനിയും തുടർന്ന് കാണുക. സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്